നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുബ്രഹ്മണ്യൻ സ്വാമി ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഡിജിറ്റൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് ഇടയിലാണ്, ഒരു പോഡ്കാസ്റ്റിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് BJPയിലെ ചില വനിതാ നേതാക്കന്മാരുമായി നരേന്ദ്രമോദിക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും ഈ ബന്ധത്തിൻ്റെ ബലത്തിൽ ഈ പറയുന്ന വനിതാ നേതാക്കന്മാർക്ക് MP മാരും അതുപോലെ തന്നെ മന്ത്രിമാരുമൊക്കെ ആകാൻ സാധിച്ചുവെന്നും 2, 3, 4 ആൾക്കാരുടെ പേരുകൾ അത് തനിക്ക് പറയാൻ സാധിക്കുമെന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്. ഇത് പേരുകൾ പറയാൻ കഴിയുമെന്ന് പറഞ്ഞതല്ലാതെ പേരുകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. വിശ്വസനീയമായ രീതിയിൽ സാഹചര്യ തെളിവുകൾ പോലും അദ്ദേഹം പറഞ്ഞില്ല. ഈ എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യൻ നേതാക്കന്മാരുടെയും ഇന്ത്യക്കാരുടെയും പേരുകളുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ആ ഒരു വിഷയത്തിലേക്ക് വഴിമാറിയപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. സത്യത്തിൽ ഈ ഒരു ആരോപണം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരുവിധ തെളിവുകളോ അല്ലെങ്കിൽ പേരുകളോ ഒന്നും തന്നെ പറയാതെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള എല്ലാ വനിതാ MP മാരെയും മന്ത്രിമാരെയും ഒക്കെ ആക്ഷേപിക്കുന്നതിന് തരത്തിലുള്ള അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത് പോലെയുള്ള ആരോപണമാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെയും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതിനോടൊപ്പം പഴയ മാനസി സോണിയുടെ കഥ കൂടി കുത്തിപ്പൊക്കാൻ സുബ്രഹ്മണ്യൻ സ്വാമി ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം മാനസി സോണിയുടെ കഥ എന്താണ് എന്ന്. തെഹൽക്ക വാരിക വലിയ രീതിയിൽ നരേന്ദ്രമോദിക്കെതിരെ ആയുധമാക്കാനായി ചമച്ചെടുത്ത ഒരു വ്യാജ കഥയായിരുന്നു അല്ലെങ്കിൽ വ്യാജ ആരോപണമായിരുന്നു എന്ന് നമുക്കറിയാം. മാനസി സോണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സുഹൃത്തിൻ്റെ മകളാണ്. അവർക്ക് അഹമ്മദാബാദിൽ ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാനസി സോണിയെ താമസിപ്പിച്ചിരുന്നു. അതിനുശേഷം മാനസി സോണിയുമായി നരേന്ദ്രമോദിക്ക് എന്തോ ബന്ധമുണ്ടെന്നും മാനസി സോണി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പോയതിനു ശേഷം മാനസി സോണിയെ നിരീക്ഷിച്ചുവെന്നും ഗുജറാത്ത് പോലീസ് നിരീക്ഷിച്ചുവെന്നും നിയമവിരുദ്ധമായി മാനസി സോണിയുടെ വിവരങ്ങൾ ഗുജറാത്ത് പോലീസ് തേടിയെന്നുമൊക്കെയുള്ള ചോർത്തിയെന്നുമൊക്കെയുള്ള വാർത്തകളാണ്. സ്നൂപ്പ് ഗേറ്റ്, ഗുജറാത്ത് സ്നൂപ്പ് ഗേറ്റ് എന്ന പേരിൽ അന്ന് വലിയ വിവാദമാക്കാനൊക്കെ ശ്രമിച്ച വാർത്തയാണ്. എന്നാൽ ഇത് കോടതിയിലെത്തുന്നു. കോടതിയിൽ പപ്പടം പൊടിയും പോലെയാണ് ഈ വ്യാജ ആരോപണം പൊളിഞ്ഞുപോയത്. മോദിയുടെ സുഹൃത്തായ പിതാവും ഈ മാനസി സോണിയുടെ പിതാവും മാനസി സോണിയും കോടതിയിൽ അന്ന് ബോധിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. പെൺകുട്ടിയുടെ അച്ഛൻ്റെ ആവശ്യപ്രകാരം ഈ മാനസി സോണിയെ ആരോ പിന്തുടരുന്നു എന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത്. ഈ പോലീസ് സംരക്ഷണത്തിനുള്ള അപേക്ഷ പ്രകാരം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായോട് അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടിക്ക് പോലീസ് സർവൈലൻസ് നൽകിയത്. അത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുമായിട്ടുള്ള അടുപ്പം, ആ അടുപ്പത്തിൻ്റെ പേരിൽ മാനസി സോണിയെ ആരൊക്കെയോ വേട്ടയാടുന്നു അല്ലെങ്കിൽ വേട്ടയാടാൻ ശ്രമിക്കുന്നു, പിന്തുടരാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള കുടുംബത്തിൻ്റെ ഭയം കാരണമാണ് അങ്ങനെ ഒരു സർവൈലൻസ് നൽകിയത്. അത് അവർ കോടതിയിൽ പറയുന്നതോടുകൂടി ഈ കേസെല്ലാം പൊളിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ പഴയ കേസ്, അതായത് 14 വർഷം മുമ്പ് കോടതിയിലെത്തി അത് പൊളിഞ്ഞുപോയ ഒരു കേസാണ് സുബ്രഹ്മണ്യൻ സ്വാമി വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നത്. ഈ എപ്സ്റ്റൈൻ ഫയലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബന്ധിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു വലിയ ആരോപണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് നിർത്താനുമൊക്കെയാണ് സുബ്രഹ്മണ്യൻ സ്വാമി ശ്രമിക്കുന്നത്. എന്തിനാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഇതിനൊക്കെ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം പകൽ പോലെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അസുഖം എന്ന് ചോദിച്ചാൽ അത് ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ പുറകോട്ട് പോയാൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. 2013 നരേന്ദ്രമോദിയെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ കൺവീനറായി നിയമിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലെ എന്ന നിലയിലേക്ക് BJP നിശ്ചയിക്കുന്നത്. അതിന് വലിയ പിന്തുണ നൽകിയ ആളാണ് സുബ്രഹ്മണ്യൻ സ്വാമി. മാത്രമല്ല 2014 വലിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ചരിത്ര വിജയം BJP 2014 തെരഞ്ഞെടുപ്പിൽ നേടുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശക്തമായി പിന്തുണച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി. മാത്രമല്ല 2014 സുബ്രഹ്മണ്യൻ സ്വാമി ധനകാര്യമന്ത്രിയാകും എന്ന ഒരു ശ്രുതി പോലും പരന്നിരുന്നു. സത്യത്തിൽ ധനകാര്യമന്ത്രിയാകാനായി ചില ചരടുവലികളൊക്കെ സുബ്രഹ്മണ്യൻ സ്വാമി നടത്തിയിരുന്നു. എന്നാൽ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന വ്യക്തിയെ നരേന്ദ്രമോദിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു. ഈ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി മാറാനുള്ള എല്ലാ കഴിവുകളുമുള്ള ഒരു വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ പക്വതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് കൃത്യമായി അദ്ദേഹം പിന്നീട് തെളിയിച്ചു. മാത്രമല്ല അപ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു താൻ. അതുകൊണ്ട് തന്നെ ധനമന്ത്രി പദം എന്ന് പറഞ്ഞാൽ, ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ
വളരെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മന്ത്രി കൂടിയാണ്. അങ്ങനെ ഒരു മന്ത്രിപദം ഇത്തരത്തിൽ പക്വതയില്ലാത്ത ഒരാളുടെ പക്കലേക്ക് നൽകാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് അരുൺ ജെയ്റ്റ്ലിയുടെ കയ്യിലേക്ക് ധനമന്ത്രി പദം വരുന്നത്. അരുൺ ജെയ്റ്റ്ലിയുടെ മരണത്തിന് ശേഷം ധനകാര്യ വകുപ്പ് മന്ത്രി പദം അത് വീണ്ടും സുബ്രഹ്മണ്യൻ സ്വാമിയിലേക്ക് വരും എന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിയായി മാറുകയായിരുന്നു. അതിനുശേഷമാണ് അരുൺ ജെയ്റ്റ്ലിക്കെതിരെയും നിർമ്മലാ സീതാരാമനെതിരെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ഒക്കെയായിട്ടുള്ള ആരോപണങ്ങളുമായി സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വരുന്നത്. ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിയെയും ഷഹറാബുദ്ദീൻ ഷെയ്ഖിൻ്റെയും അതുപോലെ തന്നെ ജഡ്ജി ലോയയുടെയും ഒക്കെ മരണത്തിന് പിന്നിൽ അമിത്ഷായാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോഴിതാ വീണ്ടും നരേന്ദ്രമോദിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയാണ്. ഇപ്പോഴത്തെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും BJP ക്യാമ്പിൽ നിരാശനായി മാറിയ സുബ്രഹ്മണ്യൻ സ്വാമി പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ കളിപ്പാട്ടമാവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതാണ് ഈ പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം സ്വഭാവം. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യം നരേന്ദ്രമോദി വേണമെങ്കിൽ AICC ഓഫീസിൽ ചായ അടിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. അതിന് ശക്തമായ തിരിച്ചടി ജനങ്ങൾ കൊടുത്തു. വലിയ ഭൂരിപക്ഷത്തോടെ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. 2019 തെരഞ്ഞെടുപ്പിൽ പെരുങ്കള്ളൻ എന്നാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിളിച്ചത്. പക്ഷേ അതിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി 2019 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് തടയാനായി നിരന്തരം ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതിനും കോൺഗ്രസിന് സാധിച്ചില്ല. എന്നാൽ ഇത്തവണ വീണ്ടും പാഠം പഠിക്കാതെ നരേന്ദ്രമോദിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുക, വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷം പയറ്റുന്നത്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞതാണ് എന്നോർക്കണം. അതായത് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നാൽ നരേന്ദ്രമോദി ആരാണ് എന്ന് നിങ്ങൾ അറിയും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിനൊരു ഉദാഹരണമാണ്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിശ്വസനീയമായ രീതിയിൽ ഒരു വലിയ ആരോപണം വന്നാൽ മാത്രമേ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ, ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേയും ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ സുബ്രഹ്മണ്യൻ സ്വാമി മാറുകയാണോ എന്ന സംശയമാണ് ഈ ആരോപണത്തിന് പിന്നിലുള്ളത്. യാതൊരു തെളിവുകളോ അല്ലെങ്കിൽ യാതൊരു വിധമായ ആധികാരികതയോ ഇല്ലാതെ നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ആരോപണവുമായി സുബ്രഹ്മണ്യൻ സ്വാമി എത്തിയിരിക്കുന്നത്. മാത്രമല്ല 14 വർഷം മുമ്പ് പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു കഥ പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം ഈ പ്രതിപക്ഷ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കാണേണ്ടി വരും. എന്തായാലും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അസുഖം എന്ന് പറഞ്ഞാൽ മോദി അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ നിരാശനായ സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും സോറോസിൻ്റെയും ഒക്കെ കൈകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന ആശങ്കയാണ് ഈ ആരോപണങ്ങൾ കേട്ടാൽ ഉണ്ടാവുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.